ഇതൊക്കെ ഏത് പടം? എപ്പോ ഇറങ്ങി? ഭയങ്കര ഡൗട്ടുള്ളൊരു സാധനം കേട്ടോ. കാരണം ഞാനിങ്ങനെ വേറെ അഗെയിൻ ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതായത് കഴിഞ്ഞ തവണ സീനിയർ ട്രോഫി കണ്ടല്ലോ. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ യൂട്യൂബിൽ വേറെയും മൂവീസ് ഒക്കെ ഇങ്ങനെ അതിന്റെ അടിയിൽ ഇങ്ങനെ സജഷൻസ് ആയിട്ട് വരും. അപ്പോൾ അടുത്ത വന്നൊരു സജഷൻ ആയിരുന്നു അപൂർവ പുത്രന്മാർ. നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജും ആണ് മെയിൻ ആയിട്ട് ഇതിൽ വരുന്നത്. അതുകൊണ്ടുണ്ട് ലാലു ലക്സ് ഉണ്ട്, പിന്നെ നമ്മുടെ അശോകൻ ചേട്ടനുണ്ട്, ധർമ്മജനുണ്ട്, അങ്ങനെ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഹീറോയിന്റെ പേരൊന്നും എനിക്ക് അധികം അറിയില്ല. ഡയറക്ടർ എനിക്ക് തോന്നുന്നു പുതിയതാണ്, മ്യൂസിക് ഡയറക്ടർ, എല്ലാവരുടെയും പേരുകളൊക്കെ പുതിയതാണ്. പക്ഷെ പടം കണ്ടു തുടങ്ങി സ്റ്റാർട്ടിംഗ് ഒന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്തോ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ളൊരു സിനിമാറ്റിക് മോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് കുറവ് പോലെ തോന്നി. എവിടേക്കും ഇങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്ന ഒരു രീതിയിലുള്ള സീനുകളായിരുന്നു. കഥയിലോട്ട് പോകാനാണോന്ന് അറിയില്ല, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെ. ഫസ്റ്റ് ഒക്കെ ഭയങ്കര ചെറുതായിട്ടൊന്ന് ബോർ അടിച്ചു. കാരണം ചെറിയൊരു ഇമോഷണൽ പാർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പം അത്ര ഒരു സുഖം തോന്നിയില്ല. ഈവൻ നമ്മളെ ബിബിൻ ജോർജ്, വിഷ്ണുണി കൃഷ്ണന്റെ ആ ഒരു സീനുകളൊക്കെ, കോമഡിയൊക്കെ ഫുള്ളായിട്ട് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ അകത്ത് ഇന്റർവെല്ല് കഴിഞ്ഞ് അതിനുശേഷം വന്ന സീനുകളൊക്കെ അത്യാവശ്യം രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇന്റർവെല്ലിനോട് അടുപ്പിച്ചൊരു ഇന്റർവെൽ പഞ്ചാന്ന് തോന്നുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പടം നന്നായിട്ട് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതായത് ലോജിക്കോ അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് എന്ത് മെസ്സേജാണ് കിട്ടാൻ പോകുന്നതോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ ഒരു സംഭവം ഒന്നും ഇല്ലാണ്ട് ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നമ്മുടെ അശോകൻ ചേട്ടൻ നന്നായിരുന്നു. ആ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ അതെനിക്കൊന്ന് ഈ മൂവിയിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് നമ്മുടെ അശോകൻ ചേട്ടൻ തന്നെയാണെന്ന് തോന്നി. പിന്നെ ബിബിൻ ജോർജ്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ കുഴപ്പമില്ലാണ്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഒരു നമ്മളെ ഈ മൂവിയൊക്കെ ഉണ്ടല്ലോ, ട്രാൻസ് മൂവിയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു തീമിനെ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനൊരു എൻഡും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു മെസ്സേജിലോട്ടൊന്നും പോവാണ്ട് അങ്ങനെ അങ്ങോട്ട് എൻഡ് ചെയ്യാണ് പടം. ആ ഒരു രീതിയിലാണ് പോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ അത്യാവശ്യം നല്ല രസത്തിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതായത് ട്വിസ്റ്റും ടേണൊക്കെ നമുക്ക് കുറച്ച് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവസാനത്തോട്ട് നമ്മളെ ലാലു ലക്സിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്തപ്പോഴും കുറച്ച് രസമായിട്ട് തോന്നി. സ്റ്റാർട്ടിങ് അത്ര ഫീൽ ചെയ്തില്ല, എൻഡിലോട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഹാഫ് മാത്രം അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പടമാണ് ശരിക്കും അപൂർവ പുത്രന്മാർ. സാധാരണ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഒരു എന്റർടൈൻമെന്റ് ഫീൽ കിട്ടാൻ വേണ്ടി ഉണ്ടാവുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടല്ലോ, ആ എലമെന്റ്സ് ഒക്കെ പടത്തിൽ കുറച്ച് മിസ്സിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ചിലപ്പം തിയേറ്ററിൽ അത്ര വലിയൊരു വിജയം ആവാഞ്ഞത്. പക്ഷെ എന്നാലും ഒരു തവണ വെറുതെ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ, അല്ലാണ്ട് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള സംഭവമൊന്നും സിനിമയിലില്ല. എവിടേക്കോ പാകപ്പിഴകളുണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തെങ്കിൽ ചിലപ്പോൾ നന്നായേനെ. നല്ലൊരു തീം ഉണ്ട്, അതിനെ നല്ല രീതിയിൽ കാണിച്ചിരുന്നെങ്കിൽ ഒന്നും കൂടി അടിപൊളി പടം ആയേനെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പാട്ടുകളൊന്നും അത്ര വലിയ ഫീൽ ചെയ്തില്ല. എനിക്കൊന്നും ഒരു പാട്ടാട്ടം കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഭയങ്കര ഒരു ഭയങ്കര നമ്മൾ സംസാരിക്കുന്നതൊക്കെ പോലത്തെ പാട്ടുകളായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പടം, ഈ അപൂർവ പുത്രന്മാർ എന്നുള്ളത്? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ ഇടാം കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും കാണാത്തതായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ അറിയാത്തതായിട്ടുള്ള പടങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കാണാൻ നോക്കുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, അടുത്തിട്ട് കാണാം.